അതെ, വീട്ടിൽ ഇനി ജോലിക്കാരികളില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഞൊടിയിടയിൽ വീട് ഈസിയായി ക്ലീൻ ചെയ്യാൻ പറ്റിയ രണ്ട് നല്ല കിടിലൻ പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലോർ ക്ലീനിങ് ആയാലും അതേപോലെ തന്നെ സെറ്റിയുടെ ഇടയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികൾ, പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റിയിൽ ഇതേപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പൊടികളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് കാണിക്കാൻ പോകുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതേ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു മോപ്പാണ്. ഫ്ലോർ നമുക്ക് അടിക്കാൻ സമയമില്ലെങ്കിലും ഒരു പ്രശ്നവും ഇതുപയോഗിച്ച് ഇതേപോലെ അങ്ങ് വൈപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറിയ കരടുകളും പൊടികളും എല്ലാം തന്നെ ഈ ക്ലോത്തിൽ പറ്റി പിടിച്ചിരുന്നോളും. ഈ മോപ്പ് നമുക്ക് 360 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ സ്റ്റെപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് അരികും മൂലയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. നമുക്ക് തുടക്കുന്ന സമയത്ത് ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി ഈ ഒരു മോപ്പിനുള്ളിലുണ്ട്. നമുക്ക് ഈ മോപ്പിനുള്ളിൽ ലിക്വിഡൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കുന്ന സമയത്ത് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. മോപ്പിൻ്റെ താഴെയുള്ള ഈ റബ്ബർ ക്യാപ്പ് അങ്ങ് ഉയർത്തിയതിന് ശേഷം നമുക്ക് ലിക്വിഡ് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇഞ്ചിപ്പുല്ലോ ഫിനോയിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തുടക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കൂടി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനത് കുറച്ച് ലൈസോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ് ഇതേ നല്ല പോലെ തന്നെ ഫ്ലോറിലേക്ക് സ്പ്രേ ആയി വന്നോളും. മോപ്പ് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ടാപ്പിന് താഴെ വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു ഭാഗം ഒന്ന് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്താൽ മതിയാവും. നല്ല പോലെ ക്ലോത്തിനുള്ളിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും. ടാപ്പ് ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങ് പൊക്കോളും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലോത്തിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പോകാനായിട്ട് ഈ ഒരു ബ്രഷ് പോലെയുള്ള ഭാഗം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ക്ലോത്തിനുള്ളിൽ എത്ര അഴുക്കുണ്ടെങ്കിലും നമുക്ക് കൈകൊണ്ട് തൊടാതെ തന്നെ ഫുള്ളായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വെള്ളവും ഇതേപോലെ ചെയ്യുമ്പോൾ അങ്ങ് പൊക്കോളും. അപ്പോൾ നല്ല പോലെ തന്നെ ഈ ഒരു ഭാഗം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഈ മോപ്പ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. 1299 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു മിനി വാക്വം ക്ലീനറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സെറ്റി, സോഫ, ബെഡ്, പിന്നെ നമുക്കറിയാലോ ഈ ജിപ്സം വർക്ക്, സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അതിനിടയിലുള്ള പൊടി കളയാനൊക്കെ ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനോടുകൂടി 2 സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടാനായിട്ട് ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഓരോ പാർട്സും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും ഓരോന്നിൻ്റെ യൂസും എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത്. സി പിന്ന് കുത്തി നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോഴ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സെറ്റിയുടെ കോർണറിലൊക്കെ നല്ല പോലെ പൊടിയുണ്ട്. അതുമാത്രമല്ല ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതേപോലെ സെറ്റിയിൽ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഇതേപോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പൊടിയായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ പൊടികളൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടിയും ഈ മെഷീൻ വലിച്ചെടുത്തോളും. അപ്പോൾ അഴുക്കുള്ള ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നോക്കിക്കേ, കംപ്ലീറ്റ് പൊടിയും വലിച്ചെടുക്കുന്നത് കണ്ടോ. വലിയ കരടുകൾ മാത്രമല്ല പൊടികളും ഇതിനോടൊപ്പം തന്നെ നന്നായിട്ട് മെഷീൻ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം അഴിച്ച് നമുക്ക് ഇതിനുള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയും അഴുക്കുകളൊക്കെ കളയാവുന്നതാണ്. കണ്ട ഒരുപാട് അഴുക്കുകൾ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പൊടികളും അതുപോലെ തന്നെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ തടഞ്ഞിരിക്കും. പിന്നെ വലിയ കരടുകളൊക്കെ ആണെങ്കിൽ ഈ പാത്രത്തിൽ ചാടി കിടക്കുന്നുണ്ടാവും. ഇനി നമുക്കിത് പുറത്ത് കൊണ്ടുപോയി ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു മെഷീൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയ 2 വീലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റിയിലും ബെഡിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കോളും. ഇനി ഈ ഭാഗം നമുക്ക് ഊരി മാറ്റിയതിന് ശേഷം അടുത്ത ഭാഗം ഫിറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം. സീലിങ്ങിൻ്റെ ഇടയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിനി ഈ സ്റ്റിക്ക് 2ഉം കൂടി അങ്ങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്റ്റിക്കിൻ്റെ അറ്റത്തായിട്ട് ഈ ഒരു ബ്രഷും അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊടികളെല്ലാം വലിച്ചെടുത്തോളും. അപ്പോൾ ഹൈറ്റ് കൂട്ടാനായിട്ട് ഇതേപോലെ 2 സ്റ്റിക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അധികം ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരെണ്ണം മാത്രമായിട്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സെറ്റിയുടെയൊക്കെ കോർണറിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികൾ ഇനി ക്ലീൻ ചെയ്യാം.
സെറ്റി മാത്രമല്ല, നമുക്ക് കാറിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിലും കാറിൻ്റെ സീറ്റൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ട്രിപ്പൊക്കെ പോയി വന്നതിന് ശേഷം കാറിൽ ഒരുപാട് ഡസ്റ്റും അതേപോലെ തന്നെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കാറും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സെറ്റിയുടെ സൈഡിൽ നിന്നുള്ള പൊടികളെല്ലാം തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം കൂടി ഫിറ്റ് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഭാഗം. ഈ ഒരു ഭാഗം നമുക്ക് ഇതേപോലെ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലോർ ക്ലീനിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മാറ്റോ അല്ലെങ്കിൽ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. പൊടി അലർജി ഉള്ളവർക്ക് പോലും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന 2 പ്രൊഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. മോപ്പാണെങ്കിലും ചെറിയൊരു നനവോടുകൂടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊടി പറക്കാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ മോപ്പ് നമ്മൾ ഈ ഒരു രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ അങ്ങ് റൊട്ടേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. 360 ഡിഗ്രിയിൽ വരെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ മോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കണ്ട പ്രോഡക്റ്റൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും പറയാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.